നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇന്നും മറന്നേക്ക് പുറത്തു വരാത്ത ദുരൂഹ മരണമാണ് CA വിദ്യാർത്ഥിനി എണ്ണയ്ക്കാപ്പള്ളിയിൽ മിഷേൽ ഷാജിയുടേത്. വർഷം 7 കഴിഞ്ഞിട്ടും പുറത്തു വരാത്ത ആ കൊലപാതകത്തിൽ ഒരു പ്രമുഖ നടന്റെ മകന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മിഷേലിന്റെ മാതാപിതാക്കൾ. തങ്ങളുടെ മകളുടെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പിറവം മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകിയിരിക്കുകയാണ്. മകളുടെ മരണം ആത്മഹത്യയാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. 2017 മാർച്ച് 6-നായിരുന്നു കൊച്ചിക്കായലിൽ മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് ആദ്യം മുതൽ ആത്മഹത്യയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും പരാതി ഉന്നയിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടിയോ നൽകിയില്ല എന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. കൂടാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന് യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മിഷേലിന്റെ പിതാവ് ആരോപിക്കുന്നത്. നീതി ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും എന്നെങ്കിലും നീതി നടപ്പാകും എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടും മാത്രമാണ് വീണ്ടും പരാതി നൽകുന്നതെന്നാണ് ആ അച്ഛൻ വ്യക്തമാക്കിയത്. ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം കേസിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ അതിന്റെ ശ്രമങ്ങൾ നടന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം മുതൽ തന്നെ കേസ് ഉന്നത ഇടപെടൽ ഉണ്ടായിരുന്നു, അല്ലാതെ പോലീസുകാർ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ ചെയ്യില്ല. ഒരു നടന്റെ മകൻ ഉൾപ്പെടെ കേസിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടാണ് പോലീസ് നിഷ്ക്രിയരായത്. മിഷേലിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അതിന്റെ തെളിവുകൾ നിരത്തി തങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലീസ് എന്തിനു മടിക്കുന്നു എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഒരുപാട് ബഹളം വെച്ചിട്ടാണ് പോലും 10-15 ദിവസത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ലഭിച്ചത്. മരണത്തിന് മുൻപ് ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഓരോ തെളിവും അവർ ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കാനായിരുന്നു പോലീസിന്റെ വ്യഗ്രത. നീതി ഒരിക്കൽ നടപ്പാകും എന്ന് തന്നെയാണ് ആ അച്ഛന്റെ പ്രതീക്ഷ. മിഷേലിനെ കാണാതായ മാർച്ച് 5-ന് രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ, കസബ പോലീസ് സ്റ്റേഷൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല എന്നും വേദനയോടെ അച്ഛൻ ഓർത്തെടുക്കുന്നു. മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ വേണമെങ്കിൽ പോയി അന്വേഷിക്കുക എന്ന നിലപാടായിരുന്നു അവർക്ക്. കേസ് തങ്ങളുടെ പരിധിയിലെന്ന് പറഞ്ഞാണ് വനിതാ പോലീസ് അന്ന് കൈയൊഴിഞ്ഞത്. കസബ പോലീസുകാരാവട്ടെ പരാതി മുഴുവൻ കേട്ട ശേഷം അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് മറുപടി നൽകിയത്. ഒടുവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ രാവിലെ അന്വേഷിക്കാം എന്നായിരുന്നു മറുപടി. മിഷേൽ കലൂർ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒപ്പം വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ തങ്ങൾക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ഷാജി പറയുന്നു. ഒടുവിൽ രാത്രി അവർ തന്നെയാണ് പള്ളിയിൽ പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. മിഷേൽ പള്ളിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും സമയം രാത്രി 12 മണി. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തി പരാതി പറഞ്ഞിട്ടും പിറ്റേ ദിവസത്തെ തീയതിയിട്ടെങ്കിൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 5-ാം തീയതി എന്നുള്ളത് അങ്ങനെ 6-ാം തീയതി ആക്കിയ ശേഷമാണ് പോലീസുകാർ പരാതി പോലും സ്വീകരിച്ചത്. ആദ്യം മുതൽ തന്നെ കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പിതാവ്. 1-ാം ഗോശ്രീ പാലത്തിൽ നിന്നുമാണ് മിഷേൽ ചാടിയതെന്ന കഥയാണ് പോലീസ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്തു നിന്നും വീണാൽ എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ കഥ അങ്ങ് മാറ്റി. വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന് യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അച്ഛൻ പറയുന്നു. മരിച്ചതിന് ശേഷം 1.5 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മുങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണില്ല. മരണത്തിന് മുൻപ് ശാരീരികമായി വളരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഫോറൻസിക് സർജൻ ആയിരുന്ന അന്തരിച്ച ഡോക്ടർ ഉമാദത്തനെ കണ്ട് നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ട് പോയായിരുന്നു ഈ അച്ഛൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. കൈമുട്ടിലുള്ള വിരൽപ്പാടുകൾ ഒരാൾ പിന്നിൽ നിന്നും പിടിച്ചപ്പോൾ ഉണ്ടായതാണെന്നും ജീവനുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നും ഉമാദത്തൻ അന്നേ പറഞ്ഞിരുന്നു. ചുണ്ടിലെ മുറിപ്പാടും കാതിൽ നിന്നും കമ്മൽ വലിച്ചു പറിക്കാനുണ്ടായ ശ്രമങ്ങളും ജീവനുള്ളപ്പോൾ തന്നെ സംഭവിച്ചതാണെന്നും ഉമാദത്തൻ വ്യക്തമാക്കി.
എന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ പോലീസ് മാത്രം തയ്യാറാകുന്നില്ല. ഓരോ തെളിവും അവർ ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള വഴി തേടുകയായിരുന്നു പോലീസ്. ഉപ്പ് തിന്നവർ എന്തായാലും വെള്ളം കുടിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ആ അച്ഛനോട് പറഞ്ഞത്. നീതി ഒരിക്കൽ നടപ്പാകും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ആ അച്ഛൻ വേദനയോടെ പറയുന്നു. ഇതൊരു അച്ഛന്റെ വേദനയാണ്. ആറ്റുനോറ്റുണ്ടായ സ്വന്തം മകൾ കൊല്ലപ്പെട്ടതാണെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോഴും അധികാരികൾ ചെവി മൂടിക്കെട്ടുന്നത് കൊണ്ട് മാത്രം നിസ്സഹായനാകേണ്ടി വന്ന ഒരച്ഛന്റെ കഥ. ഇത്തവണയെങ്കിലും ആ അച്ഛന് നീതി കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും.